ഭീഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ജോൺ പറഞ്ഞതനുസരിച്ച് കച്ചവടം നടക്കും എന്നൊക്കെ കാണുമ്പോൾ സത്യഭാമയാണെങ്കിൽ അവിടേക്ക് ജോണിൻ്റെ ഓഫീസാണ് എന്ന് കരുതി എത്തുന്നുണ്ട്. പക്ഷേ അത് കളക്ട്രേറ്റ് ആണ് എന്നുള്ളത് സത്യഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. അന്നേരമാണെങ്കിൽ അവിടെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെയാണ്. പക്ഷേ അത് ജോണിൻ്റെ ആൾക്കാരാണ്. അന്നേരം ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഓരോന്നായിട്ടൊക്കെ എടുക്കുകയാണ്. അന്നേരം ആ ഓഫീസർ സജിയൊക്കെ ഉണ്ട് അവിടെ. അന്നേരം സജിയാണെങ്കിൽ ആ ചിപ്സ് അടങ്ങുന്ന പാക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം കമ്പനി പേരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ, പക്ഷേ സജിയൊക്കെ നേരത്തെ ജോൺ ചട്ടം കെട്ടിയിരിക്കുന്നതായിരിക്കണമെന്ന് തോന്നുന്നു. സജിയാണെങ്കിൽ ഒരു വഴക്കിലെന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് വരട്ടെ, കമ്പനി പേരില്ലാതെ ഇതൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം നൽകിയതെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങനെ ആകെ പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഭാമ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നതാണെന്നുള്ളതെന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് അകത്ത് നിന്ന് ശാലിനി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശാലിനി ആദ്യം ഭാമയെ കാണുന്നില്ല. ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതേ കാണുന്നുള്ളൂ. പക്ഷെ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് നോക്കുമ്പോൾ സത്യഭാമയെ ഇങ്ങനെ ശാലിനി കാണുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ശാലിനി എന്തായാലും അവിടേക്ക് ചെല്ലും. അപ്പോൾ ഭാമയെ ആ ഒരു ഇതിൽ നിന്നും ശാലിനിയെ രക്ഷിക്കുമായിരിക്കും മിക്കവാറും. എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അറിയാം. പക്ഷേ ജോൺ അവിടെ ചോദ്യം ചെയ്യുമായിരിക്കും, ഇങ്ങനെ കച്ചവടം കളക്ടറുടെ അമ്മായിയമ്മയാണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അന്നേരം അവിടെ എന്ത് മറുപടി ശാലിനി കൊടുക്കുമെന്നുള്ളതാണ്. അതിനെ സത്യഭാമ ഇനി ഏത് തരത്തിലെടുക്കും എന്നുള്ളതൊക്കെയാണ്. എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു.